What the? Oh, excuse me. Excuse me. Excuse me. Excuse me. Excuse me. Excuse me. Get out of the way. Who is this crowd? Hey, down in front. Go on. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ് കേട്ടോ. ഫെവിക്രിലിൻ്റെ മൗൾഡിറ്റ് വെച്ചിട്ട് കഴിഞ്ഞ ദിവസം ഷോട്ടിലിട്ടിരുന്നത് പോലെ ഒരു പാനും അതിൻ്റെ ഉള്ളിൽ ഒരു മുട്ട ബുൾസയുമാണ് കേട്ടോ നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. അതിൻ്റെ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ട്യൂട്ടോറിയലാണ് കാണിക്കാൻ പോകുന്നത്. ക്ലേ നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിന് നന്നായിട്ടൊന്ന് ഒരു കോയിനോ ഒരു ബോട്ടിലിൻ്റെ അടപ്പോ വെച്ചിട്ട്, ഞാൻ ഇവിടെ ബോട്ടിലിൻ്റെ അടപ്പാണ് കേട്ടോ എടുത്തത്. ആ ബോട്ടിലിൻ്റെ അടപ്പ് വെച്ചിട്ട് ആ ഒരു ഷേപ്പിന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതൊന്ന് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത്, എൻ്റെ ഫിംഗർ പ്രിൻറ്റ്സ് ഒക്കെ വന്നില്ല, അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒന്ന് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് ജസ്റ്റ് പോളിഷ് ചെയ്ത് സ്മൂത്ത് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ടൂളൊക്കെ വേണമെന്നൊന്നുമില്ല, നമ്മളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് വീട്ടിൽ കിട്ടുന്ന എന്തെങ്കിലുമൊക്കെ സംഭവങ്ങൾ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഞാനിതൊക്കെ വാങ്ങി വെച്ചിട്ടുള്ളത് കൊണ്ട് നിങ്ങൾക്ക് വീഡിയോ ആയതുകൊണ്ട് അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതൊക്കെ യൂസ് ചെയ്ത് ചെയ്യുന്നത്. ഒരു സർക്കിൾ ഷേപ്പ് ചെയ്ത് ഉണങ്ങാൻ വെച്ചിട്ട് ഞാൻ പിടി ഉണ്ടാക്കാൻ പോയതാണ് കേട്ടോ. ഞാൻ വീഡിയോയുടെ താഴെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിലും പക്ഷേ പിന്നീട് ഞാൻ ചെക്ക് ചെയ്തപ്പോഴാണ് ക്യാമറയുടെ കാണാൻ പറ്റുന്ന രീതിക്കല്ലായിരുന്നു കേട്ടോ ഞാനത് കയ്യിൽ വെച്ച് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഒരു ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് കയ്യിൽ വെച്ചൊന്ന് റൗണ്ട് ചെയ്ത് ഒരു പിടി പോലെ അതിൻ്റെ ആ പാനിൻ്റെ പിടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് കുറച്ച് ഒറിജിനാലിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഒരു ഈർക്കലിൻ്റെ കഷ്ണം എന്തെങ്കിലും എടുത്തിട്ട് ദേ അവിടെ ഒരു ഹോളും കൂടെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ ഇത് കീ ചെയിനായിട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണമെങ്കിൽ അത് കീ ചെയിൻ്റെ ആ റിങ് ഇടാനും അത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഞാനൊന്ന് തിരിച്ചിട്ടു, കാരണം ആ പിടി ഫിക്സ് ചെയ്തത് കാണാൻ പാടില്ലല്ലോ. അതിനെ ഒന്ന് തിരിച്ചിട്ടിട്ട് വീണ്ടും വെള്ളം വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മൂത്ത് ചെയ്ത് അതിൻ്റെ സർഫസ് നന്നായിട്ടൊന്ന് പോളിഷ് ചെയ്ത് വെക്കുകയാണ്. കാരണം അതൊന്ന് ഉണങ്ങിപ്പോയി കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഫിംഗർ പ്രിൻ്റൊക്കെ അതിൽ കിടന്ന് വൃത്തികേടാവും. പിന്നെ ഞാൻ വേറൊരു പാനും കൂടെ ആ സമയത്ത് തന്നെ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതടുത്ത എപ്പിസോഡുകളിൽ കാണിക്കാം. പിന്നെ നമ്മുടെ മുട്ടൻ ബുൾസ് അതിനകത്ത് ചെയ്ത് എടുത്തു. വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുകയാണ് കേട്ടോ. പിന്നെ നമ്മളുടെ പെയിൻ്റടി പരിപാടിയാണ്, അത് നമ്മൾ വളരെ സൂക്ഷിച്ചും പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ് കേട്ടോ. കാരണം അതിൻ്റെ ഭംഗി മുഴുവൻ വരുന്നത് ഈ പെയിൻ്റടിയിലാണ് ഇരിക്കുന്നത് കേട്ടോ. നമുക്കതിനൊരു ഒറിജിനാലിറ്റിയൊക്കെ കൊണ്ടുവരാൻ പറ്റുന്നത്. അങ്ങനെ ഞാനിത് ഒരു ആഷ് കളറ് ബേസ് കൊടുത്തിട്ട് പിടിയിൽ ഒരു ബ്ലാക്ക് കൊടുത്തു. പിന്നെ കുറച്ചുകൂടെ ഒറിജിനാലിറ്റിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ആ കോർണറിലും കൂടെ ആ ബ്ലാക്ക് കൊടുത്തത്. അപ്പോൾ നല്ലൊരു ഫിനിഷിങ്ങിൽ കിട്ടിയിട്ടുണ്ട്. എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. കമൻറ്റ് ബോക്സ് ഇപ്പോൾ വളരെയധികം ശോകമാണ്, മിക്ക ഇതിനും കമൻറ്റ്സ് ഒന്നും വരാറില്ല. നിങ്ങൾക്ക് ഈ ഫെവിക്രിൽ മൗൾഡിറ്റ് വെച്ചിട്ട് എന്തൊക്കെ ക്രാഫ്റ്റ് ചെയ്ത് കാണാനാണ് ആഗ്രഹം എന്നൊക്കെ കമൻറ്റ് ബോക്സിലൊന്ന് മെൻഷൻ ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായോ എന്നും നമ്മുടെ പുതിയ ഇൻട്രോ വീഡിയോയ്ക്ക് ഇഷ്ടമായോ എന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയ്ക്കായി സ്റ്റേ ട്യൂൺഡ്.